ആ ഒരു വേദവാക്യം ഒത്തിരി പ്രാധാന്യതയോടുകൂടെ പറഞ്ഞിരിക്കുന്നതിനാൽ അവിടെ നമ്മൾ അല്പസമയം നിന്ന് ധ്യാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഒന്നുകൂടെ വായിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ശുദ്ധീകരണം പ്രാപിച്ചാൽ നല്ലത് എന്നല്ല, ശുദ്ധീകരണം പ്രാപിക്കുന്നില്ലെങ്കിൽ ഈ മാർഗത്തിൽ വന്നത് വെറുതെ ആയിപ്പോയി എന്നാണ്. അപ്പൊ ആ ഒരു വാക്യത്തിൽ വന്നപ്പോൾ ഓടിപ്പിടിച്ചു പോകുന്നത് നീതിയല്ല. നമ്മളൊരു പരീക്ഷയ്ക്ക് വേണ്ടി അല്ലല്ലോ പഠിക്കുന്നത്, കർത്താവിനെ കാണാൻ വേണ്ടിയല്ലേ ഇതെല്ലാം നാം ചെയ്യുന്നത്. യോസേപ്പിന്റെ കേൾവി, യോസേപ്പ് ജീവിച്ചിരിക്കുന്നു എന്ന കേൾവി യാക്കോബിന് ചൈതന്യമുണ്ടാക്കി. യോസേപ്പ് അയച്ച രഥങ്ങൾ യാക്കോബിന് വീണ്ടും ചൈതന്യമുണ്ടാക്കി. യോസേപ്പിനെ കണ്ടപ്പോൾ യാക്കോബിന്റെ സകല ദുഃഖവും മഞ്ഞുരുകി പോകുന്നത് പോലെ പോയി. ഇതുപോലെ കർത്താവ് ജീവിച്ചിരിക്കുന്നു എന്ന വചനത്തിന്റെ കേൾവി നമ്മെ ജീവിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. സ്തോത്രം, സ്തോത്രം, സ്തോത്രം. അവൻ മരിച്ചിട്ടില്ല, യോസേപ്പ് മരിച്ചിട്ടില്ല, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന് കേട്ടപ്പോൾ വാർദ്ധക്യത്തിൽ ഇരിക്കുന്ന നിരാശപ്പെട്ട ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന യാക്കോബിന് ചൈതന്യം വന്നു. തെളിവിന് വേണ്ടി രഥങ്ങളെ കണ്ടപ്പോൾ ഇരട്ടി ചൈതന്യം വന്നു. ഇതുപോലെ തന്നെ നമ്മുടെ കർത്താവ് മരിച്ചു 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 എന്നുള്ളത് ലോകം മുഴുവൻ അറിയുന്ന കാര്യമാണ്. എന്നാൽ അവൻ ഉയർത്തു എന്നുള്ളത് ചുരുക്കം ചിലരെ സമ്മതിക്കുന്നുള്ളൂ. അതെ, അങ്ങനെയാണത്. ജോസഫിന്റെ കാര്യം അങ്ങനെ തന്നെയാണ്. അവൻ ഉയർത്തിരിക്കുന്നു, അവൻ ജീവിച്ചിരിക്കുന്നു എന്ന അറിവ് നമ്മിൽ ചൈതന്യം ഉണ്ടാക്കുന്നില്ലേ? നിരാശപ്പെട്ടു പോയ തോമസിന് ചൈതന്യമുണ്ടായില്ലേ? പത്രോസിന് ചൈതന്യമുണ്ടായില്ലേ? ആദിമസഭ മുന്നോട്ട് പോകാനുള്ള കാരണം ക്രിസ്തു ജീവിക്കുന്നു എന്ന അറിവാണ്. കർത്താവിനെ കണ്ടതുകൊണ്ട് ശിഷ്യന്മാർ സന്തോഷിച്ചു എന്ന് മത്തായി 28:18 കാണുന്നു. അതെ, ഉയർത്തെഴുന്നേറ്റ കർത്താവിനെ കണ്ടപ്പോൾ എന്തൊരു ആഹ്ലാദമായിരുന്നു. ആ രാത്രിയിൽ ഒന്നും പിടിച്ചില്ല എന്ന് യോഹന്നാൻ എഴുതുന്ന 21-ാം അധ്യായത്തിലെ മഹാസംഭവത്തിൽ യേശുവിനെ കണ്ടപ്പോൾ അവർ എല്ലാം മറന്ന് സന്തോഷിക്കുന്നതായിട്ട് നമുക്ക് കാണും. എന്നാൽ അക്കൂട്ടത്തിലൊന്നും യേശുവിനെ കാണാനുള്ള ഭാഗ്യം കിട്ടാതിരുന്ന പൗലോസിന് 3-ാം സ്വർഗത്തോളം എടുക്കപ്പെടാനുള്ള പ്രത്യേക പദവി ലഭിച്ചു. പൗലോസ് എടുത്തു ചോദിക്കുന്നു, ഞാൻ അപ്പോസ്തലനല്ലയോ? ഞാൻ നമ്മുടെ കർത്താവിനെ കണ്ടിട്ടില്ലയോ? അതൊക്കെ വലിയൊരു ഘനഗംഭീരമായ വാക്കുകളാണ്. പക്ഷെ താൻ കണ്ടത് ദർശനത്തിലോ വെളിപ്പാടിലോ ഒക്കെ അല്ലേ? ഉയർത്തെഴുന്നേറ്റ കർത്താവ് പൗലോസിനും പ്രത്യക്ഷപ്പെട്ടു എന്ന് നാം മനസ്സിലാക്കാനുള്ള വചനങ്ങൾ ഉണ്ട്. എന്നാൽ ഇതെല്ലാം അവിടെ നിൽക്കുമ്പോഴും കർത്താവിനെ കാണുക എന്ന ആ ശരിയായ കാര്യം സംഭവിക്കുന്നത് 1 യോഹന്നാൻ 3:3 1 യോഹന്നാൻ 3:3 വായിക്കാമോ? അവനിൽ ഈ പ്രത്യാശയുള്ളവനല്ല, അവൻ നിർമ്മലനായിരിക്കുന്ന പോലെ തന്നെ താൻ നിർമ്മലീകരിക്കുന്നു. 2-ാം വാക്യം ചേർത്ത്, നാം ഇപ്പോൾ ദൈവമക്കളാകുന്നു, നാം ഇന്നതാകുമെന്ന് ഇതുവരെ പ്രത്യക്ഷമായില്ല. അവൻ പ്രത്യക്ഷനാകുമ്പോൾ നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ കാണുന്നതാകൊണ്ട് അവനോട് സദൃശന്മാരാകും എന്ന് നാം അറിയുന്നു.
അവന്റെ യഥാർത്ഥ രൂപത്തിൽ കാണുന്ന ഒരു ദിവസം വരും. താനിരിക്കുന്ന പോലെ തന്നെ കാണുന്നത് കൊണ്ട് അവനോട് സദൃശന്മാരാകും. അപ്പൊ അവനെ കാണുകയും അവനോട് സദൃശന്മാരായി തീരുകയും ചെയ്യുന്ന ആ ഒരൊറ്റ കാര്യത്തിന് വേണ്ടിയാണ് ഈ ക്ലാസ്സിൽ ഈ സമയത്ത് ചേർന്നത്. 107 ഡിവൈസ് പല സമയങ്ങളാ പല രാജ്യത്ത്. രാവിലെ കിടന്നൊന്ന് ഉറങ്ങുന്നത് രണ്ടാമത് ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിച്ചിട്ട് കിടന്നുറങ്ങുന്നത് ഒരു സുഖമാണ്. ഇന്നലെ എന്തോ ഭയങ്കര ക്ഷീണം. അപ്പൊ രാവിലത്തെ പ്രയർ കഴിഞ്ഞ് ഞാൻ ഒന്ന് കിടന്നിട്ട് 9 മണിക്ക് എഴുന്നേറ്റ്. അപ്പൊ അങ്ങനെ അവസരമുണ്ട്, നല്ലതാ, മറ്റു തിരക്കില്ലെങ്കിൽ. എന്നാൽ ഈ രാവിലെ എഴുന്നേറ്റ് വന്ന ഇതിനകത്തിരിക്കുന്നത് ഒരു കൂട്ടായ്മ ഉള്ളത് കൊണ്ടാണ്, ഒരു ദൂത് കിട്ടുമെന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ്. ഇതിന്റെ എല്ലാം ആത്യന്തിക ലക്ഷ്യം കർത്താവിനെ കാണുക എന്നതാണ്. ആ കാഴ്ച എന്ന് പറയുന്നത് വ്യത്യസ്തമായ കാഴ്ചയാണ്. നാം അവനെ താൻ ഇരിക്കും പോലെ തന്നെ എന്ന് പറഞ്ഞാൽ റിയൽ ക്രൈസ്റ്റ്, യഥാർത്ഥ യേശു. അവനെ ആരും കണ്ടിട്ടില്ല, അവനെ ആരും കണ്ടിട്ടില്ല. ദൈവത്തെ ആരും ഒരു നാളും കണ്ടിട്ടില്ല. അപ്പൊ അവനെ മരുഭമലയിൽ വെച്ച് കണ്ടു എന്നും കണ്ടില്ല എന്നും നമുക്ക് പറയാൻ പറ്റും. കാരണം കണ്ട വഴി അവരെല്ലാം വീണുപോയി, അല്ലേ? മരുഭമലയിൽ വെച്ച് കണ്ട വഴി അവർ ബോധം കെട്ട കാലത്ത് വീണുപോയി. യോഹന്നാന്റെ വെളിപ്പാട് പുസ്തകത്തിൽ യോഹന്നാൻ പറഞ്ഞ അവനെ കണ്ടപ്പോൾ ഞാൻ മരിച്ചവനെ പോലെ നിലത്ത് വീണുന്ന. അപ്പൊ അതാണ് റിയൽ ക്രൈസ്റ്റ്. അത് കാണാനുള്ള പ്രാപ്തിയിലേക്ക് നമ്മൾ മാറ്റപ്പെടും. 1 യോഹന്നാൻ 3:1-2-3 വായിച്ചു വരുമ്പോൾ നാം അവനെ കാണും. പഴയ പാട്ടുകളൊക്കെ ആ ഒരു പ്രതീക്ഷയിൽ എഴുതിയതാ. കാന്തനെ കാണുവാൻ ആർത്തി വളരുന്നു, ഇല്ല പ്രത്യാശ മറ്റൊന്നിലും, അവൻ വരുന്ന നാളിൽ എന്റെ കരം പിടിച്ച് തന്റെ മാറോടണച്ചിടുമേ. ഈ പാട്ടുകളെല്ലാം യേശുവിനെ കാണണം എന്ന സ്വപ്നമാണ്. ഇന്നലെ രാത്രിയിൽ ഞാൻ എൻ്റെ രണ്ടാമത്തെ മോള് വന്നിട്ടുള്ളത് കൊണ്ട് വല്ലപ്പോഴുമല്ലേ അവസരമുള്ളൂ. ഞാൻ 1 മണിക്കൂറോളം ക്ലാസ് എടുത്തു മോൾക്ക് വേണ്ടി. അതിനൊരു കാരണമുണ്ടായി. ഏതോ ഒരു ഗാലക്സിക്കകത്ത് 600 കോടി വീടുകളാണ് ദൈവമക്കൾക്ക് വേണ്ടി ഉള്ളതെന്ന് കൊച്ചു പറഞ്ഞു. ആരോ ഒരാൾ പ്രസംഗിച്ച് കേട്ടതാണ്. ഈ നക്ഷത്ര മണ്ഡലത്തിലെ ഒരു ഡിപ്പാർട്ട്മെന്റായി ഗാലക്സി എന്ന് പറയുന്നത്. അപ്പൊ കൊച്ചു ഏതോ യൂട്യൂബിൽ കേട്ട പ്രസംഗം എന്നോട് പറഞ്ഞു, ഇങ്ങനെ 600 കോടി വീടുകളാണ് ഒരു ഗാലക്സിക്കകത്തെന്ന്. ഞാൻ പറഞ്ഞു, എന്റെ പൊന്നു വേണേ, ഞാൻ ഇതിലൊന്നും വലിയ കാര്യം കാണുന്നില്ല. അതിനാന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, അംബാനിയുടെ വീടിനെ കുറിച്ച് നിനക്ക് വല്ലതും അറിയാവോ? ബോംബെ പട്ടണത്തിൽ 24 നിലയുള്ള ഒരു വീട് ഒരാൾക്ക് വേണ്ടി പണിതു. അംബാനിയുടെ മോന് അത് 100 കോടി രൂപയുടെ വീടാ. അത് അംബാനിയുടെ ഈ വീടിന്റെ 1 നിലയുടെ വലിപ്പേ ഉള്ളൂ. മോന് വേണ്ടി പണിത് കൊടുത്തത്. ഞാൻ ചോദിക്കട്ടെ, ആ വീട് ഇപ്പൊ എന്റെ പേരിലോട്ട് എഴുതി തന്നാൽ
എന്ത് സംഭവിക്കുന്നറിയാവോ? മിക്കവാറും എന്റെ കാര്യം അതോടെ തീരും. കാരണം അതൊന്നും അങ്ങോട്ട് എൻജോയ് ചെയ്യാനൊന്നും നമ്മളൊന്നും വളർന്നിട്ടില്ല. ഞാൻ ഈ ഫെയ്ത്തോമിൽ ജീവിച്ച മനുഷ്യനാണ് എന്ന് പറഞ്ഞാല് ഇപ്പൊ 6-7 കൊല്ലേ ആയുള്ളൂ വീട് പണിതിട്ട്. 23-ാമത്തെ വയസ്സ് മുതൽ ഏതാണ്ട് 55-ാമത്തെ വയസ്സ് വരെ പാഴ്സനേജിലായിരുന്നു. അപ്പം ഒരു മുറി അടുക്കള. ഇപ്പൊ ഈ വെച്ച വീട് ഒരു 2000 സ്ക്വയർ ഫീറ്റ് ഏറെക്കുറെ വരുമെന്ന് തോന്നുന്നു. പലപ്പോഴായിട്ട് അത് ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് ഇപ്പൊ അത് അടിച്ചു തൂത്ത് ഒന്ന് വൃത്തിയാക്കി എടുക്കാൻ നമ്മളെ കൊണ്ട്, എന്റെ വൈഫിനെ കൊണ്ട് പറ്റുന്നില്ല. അപ്പൊ ആഴ്ചയിൽ ഒരിക്കൽ സഹായത്തിന് ആരെയും വിളിക്കേണ്ട അവസ്ഥ വന്നു. അപ്പോ എന്നെ സംബന്ധിച്ച് ചെറിയ വീടാണ് സുഖമെന്ന് തോന്നുക. അന്നേരം ഈ ഗാലക്സിക്കകത്ത് 6000 കോടി വീട് കിട്ടിയിട്ട് എന്നെ എടുക്കാനെ. അപ്പൊ ഇവിടെ നമ്മളെ ഇതൊക്കെ പറഞ്ഞ് പ്രലോഭിപ്പിക്കുക. വീട് കിട്ടാനാണോ സ്വർഗത്തിൽ പോകുന്നത്? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക, വീട് കിട്ടാഞ്ഞിട്ടാണോ? ബോറടിക്കാത്ത എന്തെങ്കിലും ഒരു സാധനം നിങ്ങൾ പറ. നിങ്ങൾ ഇഷ്ടപ്പെട്ട ഒരു ചെരുപ്പ് മേടിച്ചു, 2 ദിവസം കഴിയുമ്പോൾ കാലിന്റെ അവിടെ എവിടെയൊക്കെ ചെറിയ വേദന തോന്നും. ഓ, ഇത് കൊള്ളുകയില്ല. ഇഷ്ടപ്പെട്ട ഒരു ഷർട്ട് മേടിച്ചു, 6 മാസം മാക്സിമേ ഉള്ളൂ, അത് കഴിയുമ്പോൾ അതിനോടുള്ള ഇഷ്ടം തീർന്നു. ഇഷ്ടപ്പെട്ട ഒരു കാറ് മേടിച്ചു, കൈ കിട്ടി കഴിയുമ്പോഴാണ് അറിയുന്ന ആ കാറിനും ഏതാണ്ടൊക്കെ ചെറിയ പോരായ്മകളുണ്ട്. പക്ഷെ ചോദിച്ചാൽ എന്നാ പറയും? നല്ല കാറാ. എന്തിനാണെന്നറിയോ? വിൽക്കാൻ വേണ്ടിയാ. നാളെ വേറൊരാൾക്ക് ഇത് കൊടുക്കണ്ടേ, അതിനാ നല്ലതെന്ന് പറയും. കള്ളക്കാളെ വളർത്തുന്നവര് കാളെ മേടിച്ചിട്ട് പൂട്ടാൻ കൊണ്ടുപോകുമ്പോ കിടക്കും, കള്ളത്തരാ. പക്ഷെ ആളുകൾ ചോദിക്കുമ്പോൾ പറയും, ഇതുപോലൊരു കാള ഇതുവരെ ഞാൻ മേടിച്ചിട്ടില്ല. കാരണം അടുത്ത ആഴ്ച ഇവനെ ചന്തയിൽ കയറ്റാനുള്ളതാണ്. അപ്പൊ ഒരു സാധനവും നല്ലതില്ല. എന്നാൽ എബ്രാഹിം ഒരു വാക്യമുണ്ട്, അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. സ്വർഗീയമായത് എന്ന് പറയുന്നത് ഭൗതികമായതല്ലെന്നും കൂടെ ഒരു അർത്ഥമുണ്ട്. സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചു എന്ന് പറഞ്ഞാൽ അത് ഭൗതികമേ അല്ല. 11:13 ആ വാക്യം. എബ്രായർ ഒന്ന് കിട്ടിയെങ്കിൽ വായിച്ചേരെ. ഇവരെല്ലാവരും വാഗ്ദത്ത നിവൃത്തി പ്രാപിക്കാതെ ദൂരത്തുനിന്ന് അത് കണ്ട് അഭിവന്ദിച്ചും ഭൂമിയിൽ തങ്ങൾ അന്യരും പരദേശികളുമെന്ന് ഏറ്റു പറഞ്ഞുകൊണ്ട് വിശ്വാസത്തിൽ മരിച്ചു. എന്നാല് അതിന്റെ മോളിൽ നിന്ന് വായിച്ചേ 11, 12, 13. വിശ്വാസത്താൽ സാറയും വാഗ്ദത്തം ചെയ്തവനെ അത് വേണ്ട. നോക്കിയേ ആശയം നോക്കിയേ. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ 16 വായിക്കേ പ്ലീസ്. അവർ വിട്ടുപോകുന്നതിനെ ഓർത്തു എങ്കിൽ മടങ്ങിപ്പോകുവാൻ ഇടയുണ്ടായിരുന്നുവല്ലോ. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവരുടെ ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അവൻ അവർക്കായി ഒരു നഗരം ഒരുക്കി. അവരോ അധികം നല്ലതിനെ, സ്വർഗീയമായതിനെ തന്നെ, സ്വർഗീയമായതിനെ തന്നെ എന്ന് പറഞ്ഞാൽ ഭൗതികമായതല്ല, ലൗകികമായതല്ല, സ്വർഗീയമായതിനെ തന്നെ കാക്ഷിച്ചിരുന്നു. ആകയാൽ ദൈവം അവിടെ ഒരു ദൈവം എന്ന് വിളിക്കപ്പെടുവാൻ ലജ്ജിക്കുന്നില്ല. അങ്ങനെയുള്ളവരുടെ ദൈവമാണ് നമ്മുടെ ദൈവം. അപ്പോ നമ്മുടെ പ്രതീക്ഷ സ്വർഗീയമായതിനെയാണ്, സ്വർഗീയമായതിനെ, ഭൗതികമല്ലാത്തതിനെ. അപ്പോ 6 കോടി വീടെന്നോ 6,000 കോടി വീടെന്നോ ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ പറ്റിക്കുമ്പോ നമ്മൾ അതിന്റെ മുമ്പിൽ കിടന്ന് ഹല്ലേലൂയ സ്തോത്രമൊന്നും പറയരുത്. നമ്മൾ വീട് കിട്ടാൻ വേണ്ടി പോണവരല്ല. നോ,
വീട് കിട്ടിയിട്ട് എന്നാ എടുക്കാനാ? മേലോട്ട് നോക്കി കിടക്കാനാണ്. ബോറടിക്കാത്ത ഒറ്റ കാര്യമുള്ളത് യേശു ക്രിസ്തു. ഹല്ലേലൂയ. ശുദ്ധീകരണം കൂടാതെ ആരും സ്വർഗത്തിൽ പോകുകയില്ലെന്നല്ല എഴുതിയിരിക്കുന്നത്. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ലെന്ന് എഴുതിയിരിക്കുന്നത്. ഈ ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വരണം. വായിച്ചേ എബ്രായർ 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പീൻ. ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ആമേൻ. ശുദ്ധീകരണം കൂടാതെ സ്വർഗത്തിൽ പോകുകയില്ലെന്നല്ല, ശുദ്ധീകരണം കൂടാതെ കർത്താവിനെ കാണുകയെന്ന് എഴുതിയിരിക്കുന്നത്. അപ്പൊ സ്വർഗത്തിൽ പോവുക എന്ന ചിന്തയേക്കാൾ യേശുവിനെ കാണുക എന്ന ചിന്ത കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. വീടാണെങ്കിലും കാറാണെങ്കിലും ചെരുപ്പാണെങ്കിലും ഉടുപ്പാണെങ്കിലും സ്നേഹിതരാണെങ്കിലും ഒരു സമയം കഴിയുമ്പോൾ മടുക്കും. എന്നാൽ ബോറടിക്കാത്ത ഒരൊറ്റയാളേ ഉള്ളൂ, അത് യേശു ക്രിസ്തുവാണ്. അപ്പോ ഗാലക്സി സ്വന്തമായിട്ട് കിട്ടും, 6000 കോടി വീട് കിട്ടുമെന്ന് പറഞ്ഞ കൊച്ചിനോട് ഞാൻ ഇന്നലെ വിശദീകരിച്ചു കൊടുത്തു. അതൊക്കെ പ്രസംഗത്തിൽ ഒരു രസം, കേൾക്കാനൊരു ഇമ്പം എന്നല്ലാതെ അതൊന്നും ഒരു റിയലായ കാര്യമല്ല. അതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുകയും വേണ്ട. നാം യേശുവിനെയാണ് പ്രതീക്ഷിക്കുന്നത്. സ്വർഗത്തിൽ എനിക്ക് ആരുള്ളൂ? ഇതാണ് ആസാഫ് ചോദിക്കുന്നത്. സ്വർഗത്തിൽ എനിക്ക് എന്തുണ്ട് എന്നല്ല, സ്വർഗത്തിൽ എനിക്ക് ആരുണ്ട്. ആസാഫിന്റെ ഡയലോഗാണ്. വീണ്ടും പറയുകയാണ്, ഭൂമിയിൽ നിന്നെ അല്ലാതെ ഒന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. യേശു മതി, ആ സ്നേഹം മതി, ആ ക്രൂശ് മതി എനിക്ക്. യേശു മതി, ആ സ്നേഹം മതി, തൻ ക്രൂശ് മതി എനിക്ക്. യേശു മതി. ആ പാട്ടൊക്കെ നമ്മൾ ഈ ധ്യാനിച്ചു വരുന്ന ആ ചിന്തകളുടെ ആകത്തുകയാണ്. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. അപ്പോ കർത്താവ് രാവിലെ ആ ഒരു ദൂത് വീണ്ടും പ്രകാശിപ്പിച്ചതുകൊണ്ട് ഞാൻ ആ വഴി പോയതാണ്. നമുക്ക് തിരിച്ചു വരാം. അപ്പൊ ശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത ആ വാക്യത്തിൽ നമ്മൾ കണ്ടു. കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്, എങ്കിൽ ഒന്നുകൂടി അങ്ങ് പറയാൻ ആഗ്രഹിക്കുന്നു. 1 തെസ്സലോനിക്കർ 4:3, 4, 5. ദൈവത്തിന്റെ ഇഷ്ടമോ നിങ്ങളുടെ ശുദ്ധീകരണം തന്നെ. നിങ്ങൾ ദുർനടപ്പ് വിട്ടൊഴിഞ്ഞ് ഓരോരുത്തൻ ദൈവത്തെ അറിയാത്ത ജാതികളെ പോലെ കാമവികാരത്തിലല്ല, വിശുദ്ധീകരണത്തിലും മാനത്തിലും താന്താന്റെ പാത്രങ്ങളെ നേടിക്കൊള്ളട്ടെ. അടുത്ത വാക്യം നോക്കിയേ. ഈ കാര്യത്തിൽ ആരും അതിക്രമിക്കുകയും സഹോദരനെ ചതിക്കുകയും അരുത്. ഞങ്ങൾ നിങ്ങളോട് മുമ്പേ പറഞ്ഞതുപോലെ ഈ വകയ്ക്കൊക്കെയും പ്രതികാരം ചെയ്യുന്നവൻ കർത്താവല്ലോ.
ദൈവം നമ്മെ അശുദ്ധിക്കല്ല വിശുദ്ധീകരണത്തിനത്രേ വിളിച്ചത്. നോക്കൂ, 3 വാക്യങ്ങൾ നമ്മെ തട്ടി ഉണർത്തുന്നു. എബ്രായർ 12:14, 1 തെസ്സലോനിക്കർ 4:3, 5 നമ്മളെ തട്ടി ഉണർത്തുകയാണ്. വിശുദ്ധീകരണത്തിന്റെ പ്രാധാന്യത. വേറെയും വാക്യങ്ങൾ ധാരാളം ഉണ്ട്. കർത്താവിനെ കാണുകയാണ് നമ്മുടെ ലക്ഷ്യം. കർത്താവിനെ കാണുകയാണ് ലക്ഷ്യമെങ്കിൽ അവിടുത്തെ കവാടത്തിൽ വലിയ അക്ഷരത്തിൽ എഴുതി വച്ചിരിക്കുന്നു, ശുദ്ധീകരണം കൂടാതെ ആരും കർത്താവിനെ കാണുകയില്ല. ഓക്കെ, അതിൽ നമ്മള് രണ്ടാമതായിട്ട് ധ്യാനിച്ചത് ശുദ്ധീകരണത്തിന്റെ മാനദണ്ഡം, അതായത് ശുദ്ധീകരണത്തിന്റെ അളവ് എവിടം വരെ. അത് നമ്മൾ വായിച്ചത് 1 പത്രോസ് 1-ാം 15-ാം വാക്യമാണെന്നാണ് എന്റെ ഓർമ്മ. കിട്ടിയെങ്കിൽ വായിക്കാം. നിങ്ങളെ വിളിച്ച വിശുദ്ധനൊത്താണ് അനുസരണമുള്ള മക്കളായി എല്ലാ നടപ്പിലും വിശുദ്ധരാകുകയും. ആമേൻ. നിങ്ങളുടെ പാസ്റ്റർക്കൊത്തവണ്ണം അല്ല, നിങ്ങളുടെ സെൻട്രൽ പാസ്റ്റർക്കൊത്തവണ്ണവും അല്ല, നിങ്ങളെ വിളിച്ച വിശുദ്ധന് ഒത്തവണ്ണം. ഇതാണ് അളവുപോലെ. നാം അവനെ പോലെ ആകേണ്ടതിന് അവൻ നമ്മെ പോലെയായി. നാം അവനെ പോലെയാകുവാൻ അവൻ നമ്മെ പോലെയായി. മൂന്നാമത് നമ്മൾ ധ്യാനിച്ചുകൊണ്ടിരിക്കുന്നത് ശുദ്ധീകരണത്തിന്റെ മാർഗം. അതിൽ ഒന്നാമത്തേത് ദൈവവചനം. അതിനുവേണ്ടി നമ്മൾ എഴുതിയിട്ട വാക്യങ്ങൾ യോഹന്നാൻ 17:17, 15:3. ഇനി വായിക്കണം. അതിൽ നമ്മൾ വീണ്ടും ധ്യാനിച്ചത് വചനം എങ്ങനെ പ്രസംഗിക്കണം, വചനം എങ്ങനെ കേൾക്കണം, എങ്ങനെ കൈക്കൊള്ളണം, എങ്ങനെ അത് വർക്ക് ചെയ്യും, എങ്ങനെ അത് പ്രവർത്തിക്കും. അപ്പൊ എങ്ങനെ പ്രസംഗിച്ചു, എങ്ങനെ കേട്ടു, എങ്ങനെ കൈക്കൊണ്ടു, എങ്ങനെ പ്രവർത്തിച്ചു. വാക്യങ്ങൾ 1 തെസ്സലോനിക്കർ 1:5-6. വായിക്കാം. ഞങ്ങളുടെ സുവിശേഷം വചനമായി മാത്രമല്ല, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. വചനമായി മാത്രം. അതെന്തുവാ? നമ്മള് ദൈവദാസന്മാരായിട്ടുള്ളവർ അത് വീണ്ടും വായിച്ചു നോക്കണമെന്ന് ഞാൻ അപേക്ഷിക്കുന്നു. വചനമായി മാത്രമുള്ള പ്രസംഗമുണ്ട് അല്ലേ? അതിനെ നമുക്ക് ഉണക്ക പ്രസംഗം എന്ന് വിളിക്കാം. ഞാൻ ഈ രാവിലെ ചായയുടെ കൂടെ ഒരു 2 റസ്ക് കഴിക്കും. അത് ചായക്കകത്ത് മുക്കിയാ കഴിക്കുന്നത്. അല്ലാതെ കഴിച്ചാൽ അധികം ഒന്നും കഴിക്കാൻ പറ്റില്ല.
ഈ ഉണക്ക പ്രസംഗം എന്നാ ശരിക്കും പുല്ലും വൈക്കോലും പോലുള്ള വ്യത്യാസം. ഒരു ഗതിയില്ലാത്ത പശുക്കള് വൈക്കോലും തിന്നും, വേറെ വഴിയില്ലല്ലോ. പക്ഷെ പുല്ല് ഉണ്ടെങ്കിൽ വൈക്കോല് തിന്നുകയില്ല. പല സഭകളിലും വൈക്കോല വർഷങ്ങളായിട്ട് ഉണങ്ങി വെച്ചിരിക്കുന്ന. പ്രസംഗക്കുറിപ്പുകളെ 1500 മേടിച്ചു വെച്ചാ ഉണങ്ങിയതാ, പഴയ വൈക്കോല. പശുക്കൾക്ക് വേറെ വഴിയൊന്നും ഇല്ലാത്തതുകൊണ്ട് അവിടെ കിടന്ന് തിന്നുക. എങ്ങോട്ട് പോവാനാ? ഇതേ ഇവിടെ കിട്ടൂ. ഇങ്ങനെ ആയുസ് മുഴുവൻ സഭ മാറി നടക്കാൻ പറ്റും. അതുകൊണ്ട് വൈക്കോല് തിന്ന് ജീവിപ്പിക്കല്ല എന്നെ എടുക്കും. പുല്ല് കിട്ടണമെന്നുണ്ടെങ്കിൽ പരിശുദ്ധാത്മ നിറവിൽ ഇളം പുല്ലുകൾ മുളച്ചു വരും പ്രഭാഷകരുടെ ഹൃദയത്തിൽ. ഒരിക്കൽ പോലും റിപ്പീറ്റഡ് മെസ്സേജ് പറയേണ്ടി വരികയില്ല, വന്നിട്ടില്ല, എനിക്ക് ഉറപ്പുണ്ട്. ഒരിക്കൽ പോലും ആവർത്തന വിരസത വരുന്ന പ്രസംഗം ചെയ്യാൻ ഇന്ന് വരെ ഇടയായിട്ടില്ല. ഇളം പുല്ലുകൾ മുളച്ചു വരും. ഞാൻ കർത്താവിൽ നിന്ന് പ്രാപിച്ചതും നിങ്ങൾ കേൾപ്പിച്ചതുമെന്ന് പറയാൻ ഓരോ ദിവസവും കഴിയണം. ഞങ്ങളുടെ പ്രസംഗം വചനമായി മാത്രമായിരുന്നില്ല. ഓ, അത് ഭയങ്കര ശക്തിയേറിയ വചനമായിട്ട് എനിക്ക് തോന്നുന്നു. വചനമായി മാത്രമായിരുന്നില്ല. അപ്പൊ വചനമായി മാത്രമുള്ള പ്രസംഗങ്ങൾ ഉണ്ട്. നമ്മൾ അതിനകത്ത് അടിമപ്പെട്ടു പോകരുത്. വചനം പറഞ്ഞു എന്ന് പറഞ്ഞ് തൃപ്തിപ്പെടാതെ വചനം മാത്രമായി ഒരു ശുശ്രൂഷ വേണ്ട. വചനം പിന്നെ എങ്ങനെയാ അത് നോക്കി? 5-ാം വാക്യം, ശക്തിയോടും പരിശുദ്ധാത്മാവോടും ബഹുനിശ്ചയത്തോടും കൂടെ ആയിരുന്നു നിങ്ങളുടെ അടുക്കൽ വന്നത്. 3 കാര്യങ്ങൾ ഒരുമിച്ചാണ്. പരിശുദ്ധാത്മാവ് ആ പ്രസംഗത്തോടൊപ്പം ഉണ്ടായിരുന്നു, പവർ ആ പ്രസംഗത്തോടൊപ്പം ഉണ്ടായിരുന്നു, കോൺഫിഡൻസ് ആ പ്രസംഗത്തോടൊപ്പം ഉണ്ടായിരുന്നു. ഹോളി സ്പിരിറ്റ് ആൻഡ് പവർ ആൻഡ് കോൺഫിഡൻസ്. Full of Holy Spirit, full of power and full of confidence. ഇത് 3 ഇല്ലെങ്കിൽ ഉണക്ക പ്രസംഗമായി പോകും. അങ്ങനെ ഉണക്കയായി കഴിയുമ്പോൾ നമുക്ക് തന്നെ ബോറടിക്കും, പറയുന്നവരും ബോറടിക്കും. ആത്മനിറവിൽ ആ പ്രസംഗിക്കുന്നെങ്കിൽ പ്രസംഗം കഴിയുമ്പോൾ നമ്മൾ ചാർജാവും. ശരീരം ക്ഷീണിച്ചാലും ആത്മാവിൽ ഭയങ്കര എനർജിയാ ഒരു ശുശ്രൂഷ കഴിയുമ്പോ, അല്ലേ? ശരീരം ക്ഷീണിച്ചാലും ആത്മാവിലൊരു ഭയങ്കര എനർജിയാ ഓരോ ശുശ്രൂഷയും കഴിയുമ്പോ. എന്നാൽ ഉണക്കയാണെങ്കിൽ നമ്മൾ ഉണങ്ങിപ്പോകും.
ഒരു യൗവനക്കാരനായ പ്രഭാഷകൻ തന്റെ സീനിയറിനോട് ചെന്ന് പറഞ്ഞു, എന്റെ പ്രസംഗം കേൾക്കുന്നില്ല, എഫക്ട് ചെയ്യുന്നില്ല. അപ്പൊ അദ്ദേഹം പറഞ്ഞ മറുപടി, ഒന്നെങ്കിൽ നിന്റെ പ്രസംഗത്തിൽ അല്പം തീ ചേർക്കുക, അല്ലെങ്കിൽ നിന്റെ പ്രസംഗക്കുറിപ്പ് തീയിലിടുക. ഒരൽപ്പം ഫയർ ചേർക്കണം ഇതിനകത്ത്. സ്തോത്രം. അതാണ് ഹോളി സ്പിരിറ്റ്, അതാണ് പവർ. ഇത് രണ്ടും ഉണ്ടെങ്കിൽ കോൺഫിഡൻസും ഉണ്ട്. എങ്ങനെ പ്രസംഗിച്ചു? വചനമായി മാത്രമല്ല, പരിശുദ്ധാത്മാവോടും ശക്തിയോടും ബഹുനിശ്ചയത്തോടും കൂടിയായിരുന്നു. എന്റെ കർത്താവേ, ഇങ്ങനെയല്ലാതെ ഒരിക്കൽ പോലും ഒരു പ്രസംഗം പോലും ചെയ്യാൻ ഞങ്ങൾക്കിടയാകരുതേ. ചെറിയ കൂട്ടമായാലും വലിയ കൂട്ടമായാലും വചനമായി മാത്രമുള്ള പ്രസംഗം ഞങ്ങൾക്കുണ്ടാകാതിരിക്കട്ടെ. ആമേൻ. നമുക്ക് അങ്ങനെ സമർപ്പിക്കാം. ഇന്ന് രാവിലെ കേൾവിക്കാരും അങ്ങനെ തന്നെ പ്രാർത്ഥിക്കട്ടെ. എന്റെ കർത്താവേ, കേൾക്കുന്ന പ്രസംഗങ്ങൾ വെറും വചനമായിരിക്കാതെ പരിശുദ്ധാത്മാവോടെ ആയിരിക്കാൻ, ശക്തിയോടെ ആയിരിക്കാൻ, ബഹുനിശ്ചയത്തോടെ ആയിരിക്കാൻ സഹായിക്കണമേ. വിശുദ്ധന്മാർക്ക് വേണ്ടി, പാസ്റ്റർമാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അങ്ങനെ പ്രാർത്ഥിക്കണം. ആയുസിൽ കേൾക്കാത്ത ദൂത് കേൾപ്പിക്കണേ എന്ന് പ്രാർത്ഥിക്കുന്നതിനേക്കാൾ പരിശുദ്ധാത്മ നിറവോടെ, ശക്തിയോടെ, ബഹുനിശ്ചയത്തോടെ ദൈവവചനം പങ്കുവയ്ക്കാൻ അങ്ങയുടെ ദാസന് കൃപ നൽകണമേ എന്ന് പ്രാർത്ഥിക്കട്ടെ. ഇനി എങ്ങനെ കേട്ടു എന്ന് നോക്കാം. 1 തെസ്സലോനിക്കർ 1:6. ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. എന്തൊരു അത്ഭുതകരമായ വാക്കുകളാ അതൊക്കെ. അവർക്ക് ഭയങ്കര കഷ്ടത ഉണ്ടായിരുന്നു. അതറിയണമെങ്കിൽ 1 തെസ്സലോനിക്കർ അപ്പോസ്തല പ്രവൃത്തികൾ 17:1 മുതൽ വായിച്ചു നോക്കണം. കുറിച്ചിട്ടാ മതി. ജെയ്സൺ എന്ന് പറയുന്ന ആളുടെ വീട്ടിലാണ് ഈ വേല ആരംഭിക്കുന്നത്. മലയാളം ബൈബിളിൽ യാസോൻ എന്നാണ്, ഇംഗ്ലീഷിൽ ജെയ്സൺ എന്നാണ്. ജെയ്സന്റെ വീട്ടിലാണ് ഈ പ്രാർത്ഥന ആരംഭിക്കുന്നത്. പ്രാർത്ഥന തീരുന്നതിന് മുമ്പ് നാട്ടുകാർ ഇളകി. പൗലോസിനെ രാത്രി പുറകിലത്തെ വാതിൽക്ക് കൂടെ ഇറക്കി അവിടുന്ന് രക്ഷപ്പെടുത്തി. ജെയ്സന്റെ വീടൊക്കെ തല്ലിപ്പൊളിക്കാൻ തുടങ്ങി. ആ സാഹചര്യം മനസ്സിൽ വെച്ചുകൊണ്ട് പൗലോസ് എഴുതുകയാണ്, ബഹു കഷ്ടം സഹിക്കേണ്ടി വന്നിട്ടും നിങ്ങൾ പരിശുദ്ധാത്മാവിന്റെ സന്തോഷത്തോടെ വചനം കൈക്കൊണ്ടു. അപ്പൊ കേൾവിയും എങ്ങനെ വേണം? അഭിഷേകത്തോടെ കേൾക്കണം എന്ന് പറഞ്ഞാൽ പ്രാർത്ഥനയിലും വലിയ കൊതിയോടുകൂടെയും വചനം കേൾക്കാൻ വരണം. ആത്മസന്തോഷത്തോടെ സ്വീകരിക്കണം. എങ്ങനെ കൈക്കൊണ്ടു, എങ്ങനെ കേട്ടു എന്ന് കണ്ടു. ഇനി എങ്ങനെ കൈക്കൊണ്ടു? 2-ാം അധ്യായം 13-ാം വാക്യം തെസ്സലോനിക്കർ. ഞങ്ങൾ പ്രസംഗിച്ച ദൈവവചനം നിങ്ങൾ കേട്ടു, മനുഷ്യന്റെ വചനമായിട്ടല്ല, സാക്ഷാലാകുന്നത് പോലെ ദൈവവചനമായിട്ട് തന്നെ കൈക്കൊണ്ടതിനാൽ. കണ്ടോ എങ്ങനെ കൈക്കൊണ്ടു? അത് AC ജോണിന്റെ വചനമായിട്ടല്ല, റെയ്നാഡ് ബോങ്കയുടെ വചനമായിട്ടല്ല, ബില്ലി ഗ്രഹാമിന്റെ വചനമായിട്ടല്ല, ബാബു ചെറിയാന്റെ വചനമായിട്ടല്ല,
സാക്ഷാലാകുന്നത് പോലെ ദൈവത്തിന്റെ വചനം എന്ന നിലയിൽ അതിനെ കൈക്കൊണ്ടു. അപ്പൊ എങ്ങനെ കൈക്കൊണ്ടു എന്ന് കണ്ടു. 3, എങ്ങനെ പ്രവർത്തിച്ചു? ഇപ്പൊ വായിച്ചതിന്റെ ബാക്കി. വിശ്വസിക്കുന്ന നിങ്ങളിൽ അത് വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ആമേൻ. എങ്ങനെ പ്രവർത്തിച്ചു? അനുദിനം 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 പ്രവർത്തിച്ചു കൊണ്ടിരുന്നു, വ്യാപരിച്ചു കൊണ്ടിരുന്നു. വർഷങ്ങൾ കഴിഞ്ഞാലും വ്യാപരിക്കും. ആത്മനിറവിൽ അകത്ത് കയറുന്ന വചനം വർഷങ്ങൾ കഴിഞ്ഞാലും വ്യാപരിച്ചു കൊണ്ടിരിക്കും. ആത്മനിറവിൽ അകത്ത് കയറുന്ന വചനം വർഷങ്ങൾ കഴിഞ്ഞാലും വ്യാപരിച്ചു കൊണ്ടിരിക്കും. ഓക്കെ, ഇപ്പൊ വചനത്താലുള്ള ശുദ്ധീകരണത്തിൽ നമ്മൾ ഏകദേശം അവിടെ നിന്ന് മുമ്പോട്ട് പോവുകയാണ്. അടുത്തതായിട്ട് യേശുവിന്റെ രക്തമാണ് ശുദ്ധീകരണത്തിനുള്ള മാധ്യമം. ഒന്ന് യോഹന്നാൻ 1:7 മുതൽ. അവൻ വെളിച്ചത്തിൽ ഇരിക്കുന്നത് പോലെ നാം വെളിച്ചത്തിൽ നടക്കുന്നു എങ്കിൽ നമുക്ക് തമ്മിൽ കൂട്ടായ്മയുണ്ട്. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നു. ഇതാണ് ശുദ്ധീകരണത്തിനുള്ള രണ്ടാമത്തെ മാർഗം. ഇത് സംബന്ധിച്ച് ധാരാളം വചനങ്ങൾ പഴയ നിയമത്തിൽ നിന്നും പുതിയ നിയമത്തിൽ നിന്നും നമുക്ക് ലഭ്യമാണ്. സ്തോത്രം, 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 സ്തോത്രം. യേശുവിന്റെ രക്തം എങ്ങനെ വർക്ക് ചെയ്യും എന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് എഴുതാം. അത് എങ്ങനെയാ വർക്ക് ചെയ്യുന്നേ? യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറഞ്ഞാൽ ശുദ്ധീകരണം ഉണ്ടാവുമോ? എങ്ങനെയാണ് യേശുവിന്റെ രക്തം നമ്മെ ശുദ്ധീകരിക്കുന്നത്, വർക്ക് ചെയ്യുന്നത് എങ്ങനെ? ഇപ്പൊ ഒരു ടാബ്ലറ്റ് വർക്ക് ചെയ്യുന്നത്, ഒരു ഗുളിക വർക്ക് ചെയ്യുന്നത് മേടിക്കുമ്പോഴല്ല, വീട്ടിൽ കൊണ്ടുവരുമ്പോഴല്ല, അലമാരയുടെ മുകളിൽ വെക്കുമ്പോഴല്ല, അത് പൊട്ടിച്ച് അത് ആ കൂടിനകത്ത് നിന്ന്, പാക്കറ്റിനകത്ത് നിന്ന് പുറത്തെടുത്തിട്ട് വെള്ളത്തോടു കൂടെ വിഴുങ്ങുമ്പോഴാണ് അത് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നത്, അല്ലേ? ഇതുപോലെ യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം എന്ന് പറയുകയോ 1 യോഹന്നാൻ 1:7 വാക്യബോർഡിൽ എഴുതി വീട്ടിൽ ഒട്ടിച്ചു വെക്കുകയോ ചെയ്താൽ ശുദ്ധീകരണം നടക്കുമോ? ഇല്ല. ഹൗ ടു വർക്ക്? ഉത്തരം ആ വായിച്ചു വരുന്നതിന്റെ തൊട്ട് താഴെയുണ്ട്, വായിച്ചു. നമുക്ക് പാപമില്ല എന്ന് നാം പറയുന്നുവെങ്കിൽ നമ്മെ തന്നെ വഞ്ചിക്കുന്നു, സത്യം നമ്മിൽ ഇല്ലാതെയായി. വായിച്ചു.
നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയുന്നുവെങ്കിൽ അവൻ നമ്മോട് പാപങ്ങളെ ക്ഷമിച്ച് സകല അനീതിയും പോക്കി നമ്മെ ശുദ്ധീകരിപ്പാൻ തക്കവണ്ണം വിശ്വസ്തനും നീതിമാനും ആകുന്നു. അപ്പം രണ്ട് കാര്യം അതിനകത്ത് ശ്രദ്ധിക്കുന്നവർക്ക് കാണും. ഒന്ന്, നാം പൂർണ്ണരല്ല എന്ന് തിരിച്ചറിയണം. രണ്ട്, നമ്മുടെ പാപങ്ങളെ ഏറ്റുപറയണം. ഈ രണ്ട് കാര്യങ്ങളിലൂടെയാണ് രക്തം വർക്ക് ചെയ്യുന്നത്. അപ്പം നമുക്ക് മൂന്നായിട്ട് എടുക്കാം അതിനെ. മൂന്നായിട്ട്. ഒന്ന്, പാപം തിരിച്ചറിയുക. രണ്ട്, പാപം ഏറ്റുപറയുക. ഇവിടെയൊക്കെ ചെറിയ ചെറിയ കൾട്ടൊക്കെ കേറുന്നുണ്ട്. അത് ചെറുതായിട്ടൊന്ന് സൂചിപ്പിച്ചേക്കാം. പാപം ഏറ്റു പറയണ്ട, യേശുവിന്റെ നാമം ഏറ്റു പറഞ്ഞാൽ മതി എന്ന് പറയുന്നവരുണ്ട്. നവീന ഉപദേശമാണത്. സക്കായി ഏറ്റു പറഞ്ഞത് യേശുവിന്റെ നാമമാണോ അതോ അവന്റെ കുറവുകളാണോ? അപ്പോ അമ്മയോട് അസഭ്യം പറഞ്ഞ ഒരാള് യേശുവിന്റെ നാമം യേശുവിന്റെ നാമം യേശുവിന്റെ നാമം എന്ന് പറഞ്ഞാൽ മതിയോ? എനിക്ക് എന്റെ നാവ് കൊണ്ട് ഞാൻ അരുതാത്തത് പറഞ്ഞു പോയി എന്ന് അമ്മയോടും കർത്താവിനോടും പറയണ്ടേ? ഇനി ആ പേഴ്സണോട് പറയാൻ ഒരു അവസരം ഇല്ല, ആ ആള് മരിച്ചുപോയി അല്ലെ, ദൂരെയാണെങ്കിൽ കർത്താവിനോട് അതല്ലേ പറയേണ്ടത്? ഇങ്ങനെയൊരു പോരായ്മ എന്റെ ജീവിതത്തിൽ വന്നു കർത്താവേ എന്ന് വേണ്ടേ പറയാൻ? അപ്പൊ ഏറ്റു പറയണം. അപ്പം കുറവുകളെ കണ്ടെത്തുക. കണ്ടെത്താവുന്ന എത്രയും കണ്ടെത്തുക. അവിടെയും മിസ്റ്റേക്ക് വരരുത്. നമ്മളെ എപ്പോഴും കുറ്റബോധത്തിന് അടിമയാക്കാനുള്ള ഒരു വചനമല്ലിത്. നാം ദൈവമക്കളാണ്. ഇതെല്ലാം ഒരു നൂല് പോലെയാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും തെറ്റിയാൽ തെറ്റിപ്പോവും, വീണുപോവും. ഇതിനെല്ലാം ഒരു നേർരേഖയുണ്ട്. 19-ാം സങ്കീർത്തനത്തിൽ ദാവീദ് ചോദിക്കുന്നു, തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? മറിഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി അടിയനെ മോചിക്കണമേ. അപ്പൊ തെറ്റ് ഗ്രഹിക്കുന്നത് ആരാ? എങ്ങനെയാ? അത് സമയമെടുത്ത് 19-ാം സങ്കീർത്തനം വായിച്ചാൽ, അത് ധ്യാനിച്ചാൽ ഉത്തരം കിട്ടും. ഞാൻ ചുരുക്കി പറയാം. 1 മുതൽ ഏതാണ്ട് 6-7 വാക്യം വരെ പ്രപഞ്ചത്തെ കുറിച്ചാ പറയുന്നത്. പ്രധാനമായും സൂര്യനെ കുറിച്ചാ പറയുന്നത്. സൂര്യന്റെ ഉഷ്ണമേൽക്കാതെ മറഞ്ഞിരിക്കാൻ ഈ പ്രപഞ്ചത്തിൽ ഒരു സൃഷ്ടിക്കും കഴിയത്തുമില്ല. സൂര്യന്റെ ഉഷ്ണം ഇല്ലെങ്കിൽ ജീവിക്കാനും പറ്റത്തില്ല. ചെടികൾക്കും ജീവികൾക്കും മനുഷ്യർക്കും സൂര്യപ്രകാശം അനിവാര്യമാണ്, അമൂല്യമാണ്. വെട്ടം മാത്രമല്ല, പോഷകവും അതിൽ നിന്ന് ലഭിക്കുന്നു. ഇത് പറഞ്ഞു വന്നിട്ട് പെട്ടെന്ന് സങ്കീർത്തനക്കാരൻ വചനത്തിലോട്ട് കയറുന്നു. യഹോവയുടെ ന്യായപ്രമാണം തികവുള്ളത്, അത് കണ്ണുകളെ പ്രകാശിപ്പിക്കുന്നു, അത് പ്രാണനെ തണുപ്പിക്കുന്നു, അത് തേനിനേക്കാൾ മധുരമുള്ളതാണ്, അടിയനും അവയാൽ പ്രബോധനം ലഭിക്കുന്നു, അതിനെ പ്രമാണിക്കുന്നതിനാൽ വളരെ പ്രതിഫലം. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആര്? അപ്പൊ എന്താ കാര്യം? വചനത്തിന്റെ ആഴമേറിയ ധ്യാനത്തിലൂടെയാണ് തെറ്റുകളെ ഗ്രഹിക്കുന്നത്.
ഒന്ന് വായിച്ചേര്. 19-ാം സങ്കീർത്തനത്തിൽ നമ്മളിപ്പോ പറഞ്ഞ ആ ഭാഗം കണ്ടെങ്കിൽ ഒന്ന് വായിച്ചു. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവനാർ, മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. മതി. അപ്പോ വചനധ്യാനം ഇങ്ങനെ കത്തിക്കേറി വരുമ്പോഴാണ് നാം ചില ബോധ്യങ്ങളിലേക്ക് പോകും. വചനധ്യാനം നമ്മുടെ അകത്തോട്ടൊരു ലൈറ്റ് അടിക്കുകയാണ്. ഈ ലൈറ്റ് അടിക്കുമ്പോഴാണ് നമുക്ക് ബോധം വരുന്നത്. തെറ്റും ശരിയും തിരിച്ചറിയാൻ സാധിക്കുന്നത് വചനത്തിന്റെ ലൈറ്റ് അടിക്കുമ്പോഴാണ്. ഇപ്പൊ വചനധ്യാനം, തിരിച്ചറിവ്, ഏറ്റുപറച്ചിൽ, ഈ 3 കാര്യത്തിന് ശേഷമേ രക്തം വർക്ക് ചെയ്യത്തുള്ളൂ. ഇതൊരു മന്ത്രമല്ല. യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം, യേശുവിന്റെ രക്തം. അതൊരു മന്ത്രമല്ല. ഇതൊരു പ്രാക്ടിക്കലായിട്ട് ഇത് ചെയ്യത്തുള്ളൂ. വേദപുസ്തകത്തിൽ ഇത് യാതൊരു വ്യാജവും ഇല്ല, തട്ടിപ്പൂല്ല. സകല ഉടായ്പും കാണിച്ച യേശു രക്തം 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 എന്ന് പറഞ്ഞാൽ അതൊന്നും കാര്യം നടക്കുകയില്ല. സ്തോത്രം. അപ്പോ 1 വചനധ്യാനം, 2 ഗ്രഹിക്കൽ, തിരിച്ചറിവ്, 3 ഏറ്റുപറച്ചിൽ, 4 രക്തം. നാലാമത് യേശുവിന്റെ രക്തത്തിന്റെ സാധ്യതയെക്കുറിച്ച് മനസ്സിലാക്കി വിശ്വസിക്കുക. അവന്റെ പുത്രനായ യേശുവിന്റെ രക്തം. അപ്പൊ പറയണം, അല്ലെങ്കിൽ മനസ്സിലാക്കിയിട്ട് ഏറ്റു പറയണം. പാപം മാത്രമല്ല ഏറ്റു പറയേണ്ടത്, യേശു ക്രിസ്തുവിന്റെ ക്രൂശിലെ മരണവും യാഗരക്തവും 2000 കൊല്ലത്തിന് ശേഷവും എന്റെ പാപങ്ങളെ പരിഹരിപ്പാനും എന്നെ ശുദ്ധീകരിപ്പാനും ശക്തിയുള്ളതാണ്. അത് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ഏറ്റുപറയുന്നു. യേശുവിന്റെ രക്തത്തിൽ ഞാൻ ആശ്രയിക്കുന്നു. വേണ്ടത്ര അറിവില്ലാത്തവർ രക്തം പുരട്ടുന്നു, രക്തം തളിക്കുന്നു എന്നൊക്കെ പറയും. പറഞ്ഞെന്നോർത്ത് കുഴപ്പമൊന്നുമില്ല. അങ്ങനെ പുരട്ടാനും ഒക്കത്തില്ല, തളിക്കാനും ഒക്കത്തില്ല. കാരണം സാധനം നമ്മുടെ കയ്യിലില്ലല്ലോ. അപ്പൊ വിശ്വസിക്കുന്നതാണ് സത്യം. യേശുക്രിസ്തുവിന്റെ രക്തത്തിന് ഇന്നും ശക്തിയുണ്ട്. എബ്രായർ 10:12 ഒന്ന് വായിക്കാമോ? യേശു പാപങ്ങൾക്ക് വേണ്ടി ഏകയാഗം കഴിച്ചിട്ട് എന്നേക്കും ദൈവത്തിന്റെ വലത്തുഭാഗത്തിരുന്നുകൊണ്ട് തന്റെ ശത്രുക്കൾ തന്റെ പാദപീഠമാകുവോളം കാത്തിരിക്കുന്നു. ആ ഏകയാഗം എന്ന് പറയുന്നാൽ അതിന്റെ അർത്ഥം ആ യാഗം കൊണ്ട് ഇപ്പോഴും ശക്തി ഉണ്ടെന്നാണ്. അടുത്ത വാചകം നോക്കി. ഏകയാഗത്താൽ അവൻ വിശുദ്ധീകരിക്കപ്പെടുന്നവർക്ക് സദാകാലത്തേക്കും സൽഗുണ പൂർത്തി വരുത്തിയിരിക്കുന്നു. അത് പരിശുദ്ധാത്മാവും നമുക്ക് സാക്ഷീകരിക്കുന്നു. ആമേൻ. അപ്പം ആ ഒരു ഒറ്റ യാഗം കൊണ്ട് 2025 ശുദ്ധീകരണം ഉണ്ടെന്നാണ്. ഏകയാഗം, സദാകാലം, ആ വാക്കുകളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. കൂടെ കൂടെ യാഗമല്ല, ഏകയാഗം, സദാകാലം. ഇനി ഒരു 100 കൊല്ലം കൂടെ മുമ്പോട്ട് പോയാലും
വേറൊരു യാഗമില്ല, ഒറ്റയാഗം. ഈ ഒരു തിരിച്ചറിവോടുകൂടെ അത് വിശ്വസിച്ച് ഏറ്റുപറയുമ്പോൾ ശുദ്ധീകരണം നടന്നുകൊണ്ടിരിക്കും. യേശുവിന്റെ രക്തം വർക്ക് ചെയ്യുന്നത് എങ്ങനെ? മൂന്നാമത്തെ കാര്യം, ഒന്ന് വചനം, രണ്ട് യേശുവിന്റെ രക്തം, മൂന്ന് ഏറ്റുപറച്ചിൽ. അതും നമ്മളിപ്പോ നോട്ട് ചെയ്തു. നാലാമത്തെ കാര്യം പ്രാർത്ഥന. ആവർത്തിച്ച് പറയണ്ടല്ലോ. ഇത്രയായി കഴിയുമ്പോൾ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. ഇതെല്ലാം നടക്കുന്നത് പ്രാർത്ഥനയിലൂടെയാണല്ലോ. നോക്കൂ, 19-ാം സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ച് നിർത്തിയിടത്ത് തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്നവൻ ആരെന്ന് പറഞ്ഞിട്ട് പിന്നെ അതൊരു പ്രാർത്ഥനയായിട്ടാണ് കൊണ്ട് നിർത്തുന്നത്. അതേ വാക്യം താഴോട്ട് വായിച്ചേ. തന്റെ തെറ്റുകളെ ഗ്രഹിക്കുന്ന മറഞ്ഞിരിക്കുന്ന തെറ്റുകളെ പോക്കി എന്നെ മോചിപ്പിക്കണമേ. സ്വമേധ പാപങ്ങളെ അകറ്റി അടിയനെ കാക്കണമേ. അവ എന്റെ മേൽ വാഴരുതേ. എന്നാൽ ഞാൻ നിഷ്കളങ്കനും മഹാപാതരഹിതനുമായിരിക്കും. എന്റെ പാറയും മോചിപ്പിക്കണമേ, കാക്കണമേ, വാഴാൻ അനുവദിക്കരുതേ. എന്റെ പാറയും എന്റെ വീണ്ടെടുപ്പുകാരനുമായ യഹോവേ, എന്റെ വായിലെ വാക്കുകളും എന്റെ ഹൃദയത്തിലെ ധ്യാനവും നിനക്ക് പ്രസാദമായിരിക്കുമാറാക്കണമേ. പ്രാർത്ഥനയാണ്. ഏറ്റവും ഒടുവിൽ നമ്മൾ വായിച്ച വാക്യത്തിൽ ഒരു മർമ്മം കിടപ്പുണ്ട്. അതാണ് പ്രധാനം. അതായത് എബ്രായർ 12:14. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. അങ്ങനെ ഒരു ശുദ്ധീകരണം ഉണ്ട്. യേശുവിന്റെ രക്തത്താലും വചനത്താലും പ്രാർത്ഥനയാലും ഏറ്റുപറച്ചിനാലും മാത്രമല്ല, തമ്മിലുള്ള നിരപ്പ് പ്രാപിക്കലിലൂടെയും കൂട്ടായ്മയിലൂടെയും സ്നേഹത്തിലൂടെയും വിട്ടുവീഴ്ചയിലൂടെയും ക്ഷമയിലൂടെയും ഒരു ശുദ്ധീകരണ പ്രക്രിയയുണ്ട്. ഈ ഒരു ഭാഗമാണ് സഭയ്ക്ക് ഇന്ന് തകർന്നു കിടക്കുന്നത്. നമുക്കൊന്നുകൂടി ആ വാക്യം ശ്രദ്ധിക്കാം. എല്ലാവരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിപ്പാൻ ഉത്സാഹിപ്പിൻ. ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞതിനാൽ അത് ഈസി അല്ല എന്ന് വരുന്നു. ഏറ്റുപറയാൻ ഉത്സാഹിപ്പീൻ എന്ന് പറഞ്ഞിട്ടില്ല, പ്രാർത്ഥിക്കാൻ ഉത്സാഹിക്കുവീൻ എന്ന് പറഞ്ഞിട്ടില്ല. എന്നാൽ ഇവിടെ മാത്രം ഉത്സാഹിക്കാൻ പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്ന് ചോദിച്ചാൽ ഈസി അല്ല. ഏത് കാര്യം? എല്ലാവരോടും സമാധാനം ആചരിക്കാൻ എളുപ്പമാണോ? ആണോ?
ഒന്ന് ചിന്തിച്ചാട്ടെ, എളുപ്പമാണോ? കടിച്ച് തിന്നാൻ വരുന്ന ആളോട് എങ്ങനെ സമാധാനം ആചരിക്കും? പിരാകുന്ന ആളോട് എങ്ങനെ സമാധാനം ആചരിക്കും? വെട്ടാൻ വരുന്ന പോത്തിനോട് ഭേദം ഓതിട്ട് കാര്യമുണ്ട്? ഉറങ്ങുന്ന ആളെ ഉണർത്താം, ഉറക്കം നടിച്ച് കളക്കുന്ന ആളെ ഉണർത്താൻ പറ്റുമോ? ലളിത തർജ്ജിമയിൽ നിന്ന് വായിക്കാം. എല്ലാവരോടും സമാധാനമായിരിക്കുന്നതിനും അതിലൂടെ ഒരു വിശുദ്ധ ജീവിതം നയിക്കുന്നതിനും തീവ്രയത്നം ചെയ്യുക. അപ്പോ നല്ല കഷ്ടപ്പാടാണ് ഈ ഒടുവിലത്തെ കാര്യം. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ എല്ലാവരും. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞാൽ എല്ലാവരോടും. 1 പത്രോസ് 2:18 മുതൽ നോക്കിക്കേ. എല്ലാവരോടും എന്ന് പറഞ്ഞാൽ എന്താണ്? വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാന്മാർക്ക്, നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ കീഴടങ്ങിയിരിക്കും. ഇവരോടൊക്കെ സമാധാനമായിരിക്കണം. നല്ലവരോടും ശാന്തന്മാരോടും മൂർഖൻ എന്നൊക്കെയുള്ള പ്രയോഗം കണ്ടോ? നമ്മുടെയൊക്കെ ജീവിതത്തിലും ഈ മൂർഖനുമായിട്ട് ഏറ്റുമുട്ടേണ്ടി വന്നിട്ടുണ്ടോ? മൂർഖനുമായിട്ടൊക്കെ ഏറ്റുമുട്ടിയാൽ വലിയ പ്രയാസമാണ്. ഇങ്ങനെയുള്ളവരൊക്കെ ജീവിതത്തിന്റെ വഴിത്താരയിൽ എപ്പോഴെങ്കിലും ഒക്കെ കണ്ടുകൊണ്ട് ഈ പ്രപഞ്ചത്തിൽ ഈ ഇതിനെയൊക്കെ കാണുന്ന എന്തിനാണെന്നറിയോ? മൂർഖനും ഉണ്ട്, ചേരയുണ്ട്, നീർക്കോലിയുണ്ട്. ഇതിനെല്ലാം നമ്മൾ കണ്ടുവെച്ചോണം. ഈ ടൈപ്പിൽപ്പെട്ട മനുഷ്യരുണ്ട്. ഗുണവും ഇല്ല ദോഷവും ഇല്ലാത്തവരുണ്ട്, ഗുണമുള്ളവരുണ്ട്, ദോഷം മാത്രമുള്ളവരുണ്ട്. ഇതെല്ലാം ഈ മനുഷ്യ വിഭാഗത്തിലുണ്ട്. സ്തോത്രം, 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 സ്തോത്രം. അടുത്ത വാചകം. ഒരുത്തൻ ദൈവത്തെ കുറിച്ചുള്ള മനോബോധം നിമിത്തം അന്യായമായി കഷ്ടവും ദുഃഖവും സഹിച്ചാൽ അത് പ്രസാദമാകുന്നു. എന്ന് പറഞ്ഞാൽ ഒരു ആത്മീകനായി, ഒരു ദൈവപൈതലായി ജീവിക്കാൻ വേണ്ടി ഉപദ്രവമോ ഭീഷണിയോ പീഡനമോ സഹിക്കേണ്ടി വന്നാൽ അവിടെ നാം സഹിഷ്ണുത പാലിക്കുമ്പോൾ അത് ദൈവത്തിന് പ്രസാദമാണ്. അടുത്ത വാക്യം. നിങ്ങൾ കുറ്റം ചെയ്തിട്ട് അടികൊള്ളുന്നത് സഹിച്ചാൽ എന്ത് യശസ്സുള്ളൂ? അല്ല, നന്മ ചെയ്തിട്ട് കഷ്ടം സഹിച്ചാൽ അത് ദൈവത്തിന് പ്രസാദം. അതിനായിട്ടല്ലോ നിങ്ങളെ വിളിച്ചിരിക്കുന്നത്. മനോഹരമായ ഒരു വാക്യം. നിങ്ങൾ തെറ്റ് ചെയ്തിട്ട് ശിക്ഷിക്കപ്പെടുകയും ആ ശിക്ഷ ക്ഷമയോടെ സഹിക്കുകയും ചെയ്താൽ
അതിൽ പ്രശംസിക്കാൻ എന്തിരിക്കുന്നു? നിങ്ങൾ നന്മ ചെയ്തിട്ടും പീഡിപ്പിക്കപ്പെടുകയും അത് ക്ഷമയോടെ സഹിക്കുകയും ചെയ്താൽ അത് ദൈവത്തിന് പ്രസാദകരമായിരിക്കും. ഇതിനായിട്ടല്ലോ നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ സകല മനുഷ്യരോടും സമാധാനം ആചരിക്കാനായിട്ട് ഉത്സാഹിക്കുക എന്നത് പൗലോസ് അപ്പോസ്തലൻ ഒരു വിട്ടുവീഴ്ച മനോഭാവത്തോടു കൂടിയാണ് നമ്മളോട് പറയുന്നത്. കാരണം ഞാൻ ഈ വ്യാഴാഴ്ച ലീഡേഴ്സിന് വേണ്ടി എടുത്ത ക്ലാസ്സിനകത്ത് പറഞ്ഞു, ചെമ്പുപണിക്കാരനായ അലക്സാണ്ടർ എനിക്ക് വളരെ ദോഷം ചെയ്തു. ഇപ്പൊ പുള്ളിയായിട്ട് സമാധാനം ആയിരിക്കാൻ പറ്റുമെന്ന് സംശയമാണ് അല്ലേ? അപ്പൊ ഞാൻ കഴിഞ്ഞ വ്യാഴാഴ്ച പറഞ്ഞു, അന്ന് ഒരു ചെമ്പുപണിക്കാരനാണെങ്കിൽ ഇന്ന് ഒത്തിരി ചെമ്പുപണിക്കാരുണ്ട്. അന്ന് അതൊരു കുടിൽ വ്യവസായമാണെങ്കിൽ ഇന്ന് അതൊരു ഫാക്ടറി ആയി മാറി. കൂടുതൽ പേരും കേരളത്തിലോട്ട് പോകുന്നതാണ് എനിക്ക് തോന്നുന്നത്. ചെമ്പുപണിക്കാരുടെ ഒരു നാടായിട്ട് കേരളത്തിൽ തിരിക്കുക. ഇവരോട് എങ്ങനെയാ സമാധാനം ആചരിക്കുന്നത്? ഇപ്പൊ നമ്മൾ പോണ വഴിക്കൊരു നായ വാലൊക്കെ കീഴോട്ട് താത്തിയിട്ട് നാക്ക് നീട്ടി വരിക. ഉടനെ നമ്മള് രക്തത്താൽ ജയം ക്രൈസ്തലോടെന്നും പറഞ്ഞ എന്റെ മുമ്പിൽ നിൽക്കുവോ അതോ വല്ല വീട്ടിൽ ചാടിക്കേറും? ഇപ്പൊ പേപ്പട്ടിയോട് നമ്മൾ അതിൻ്റെതായ രീതിയിൽ ഇടപെടാതെ പറ്റുകയില്ല. പക്ഷെ ഒരു കാര്യമുണ്ട്, ഏറ്റുമുട്ടാൻ പോകരുത്, തർക്കിക്കാൻ നിൽക്കരുത്, ന്യായീകരിക്കരുത്, നമ്മുടെ ഭാഗം ശരിയാണെന്നൊന്നും പേപ്പട്ടിയോട് പറയരുത്. കാരണം അതിന് വെളിവില്ലല്ലോ. പഴയ കാരണന്മാര് പറയും, പോത്തിന് ഏത്തവാഴ എന്തോ പാളയംകോടൻ വാഴ എന്നാന്നറിയാവോ? അതായത് പോത്ത് തൊഴുത്തിൽ നിന്ന് കയറ് പൊട്ടിച്ചിറങ്ങിയിട്ട് ഏത്തവാഴ കുത്തി മറിക്കുക. അന്നേരം വീട്ടിലെ അമ്മ പറയുക, എടാ പോത്തെ അപ്പുറത്തെ പറമ്പിൽ നിൽക്കുന്നത് പാളയംകോടനാ, അത് കുത്തി മറിക്കേ. അന്നേരം അവിടുത്തെ അപ്പച്ചൻ പറയാ, പോത്തിന് ഏത്തവാഴ എന്നാന്നറിയാവോടി മറിയാമേ? അവിടെ തർക്കിക്കാൻ നിൽക്കരുത്. കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം പ്രാപിക്കാൻ ഉത്സാഹിക്കുക. എളുപ്പമല്ല, എങ്കിലും പരിശ്രമിക്കണേ. ഒടുവിലത്തെ ശ്വാസം പോകുന്നതിന് മുമ്പ് കഴിയുമെങ്കിൽ സകല മനുഷ്യരോടും സമാധാനം ആചരിച്ച് ശുദ്ധീകരണം. അപ്പൊ ശുദ്ധീകരണത്തിന് പരസ്പരമുള്ള ബന്ധവും ഒരു ഭാഗമാണ്. ധ്യാനിക്കാം, പ്രാർത്ഥിക്കാം. ഞങ്ങളെ ഓർത്ത് പ്രാർത്ഥിക്കണമേ. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ.